സമയപരിമിതിക്കിടയിലും ഇന്ന് നമുക്കിപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് നടനും തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ സുധീർ കരമനയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീ സുധീർ കരമന, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്കറിയാം ഞായറാഴ്ച ആണെങ്കിലും വമ്പൻ തിരക്കാണ്, കാരണം ആളുകളൊക്കെ വീട്ടിലുള്ള ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച, പിന്നെ ഓശാനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും നേരിൽ കാണാനുള്ളൊരു ഓട്ടമായിരിക്കും രാവിലെയും അല്ലേ? അതെ അതെ അതെ. ഇപ്പോ നമുക്ക് കേരളത്തിൽ തന്നെ നേരിട്ട് കാണാനായിട്ട് പോവുകയാണ്. ഓക്കെ. ഇപ്പം തിരുവനന്തപുരത്തെ മത്സരം ഇത്തവണ വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഈ ത്രികോണ പോരാട്ടം നടക്കുന്ന 4 മണ്ഡലങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം തിരുവനന്തപുരം സെൻട്രൽ ആണ്. അവിടേക്കാണ് മത്സരിക്കാൻ ഇത്തവണ അങ്ങേക്ക് നിയോഗം. അപ്പോൾ ഈ ആളുകളിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ഇതുവരെ? വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ത്രികോണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പോലുമില്ല. അത്രയ്ക്കും നല്ല റെസ്പോൺസാണ് നമുക്ക് എല്ലാവരിൽ നിന്ന് കിട്ടിയ. മണ്ഡലത്തിൽ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കഴിഞ്ഞ് ഇനി എത്താനുണ്ട്. വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ട് നിൽക്കുന്നത്. ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുന്നിലത്തെ ഇപ്പോഴത്തെ ദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇടതുപക്ഷ അനുഭാവിയാണ് അങ്ങ് നേരത്തെ തന്നെ. അപ്പം നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നപ്പോൾ അപ്പോഴെങ്ങനെയായിരുന്നു ഒരു ഫീൽ, എങ്ങനെയായിരുന്നു അതും തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുമ്പോൾ? തിരുവനന്തപുരം സെൻട്രലിലേക്ക് വന്നു എന്നുള്ളതാണ് അതിലകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഞാൻ ജനിച്ച് വളർന്ന ഒരു സ്ഥലത്ത് അവിടെയാണ് ഞാനിപ്പോൾ മത്സരിക്കുന്നത്. ആ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് അറിയാവുന്നവരാണ്. ഒരു നീണ്ട സൗഹൃദത്തിൻ്റെ വലയത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ അത് കാരണം നമുക്ക് അന്യരല്ല, ആരും അന്യരല്ല. എല്ലാവരെയും മുമ്പിൽ എനിക്ക് പോകാൻ കഴിയുന്നു. ഞാൻ ഇവിടെ വന്ന് താമസിക്കുകയോ അങ്ങനത്തെ ആളല്ല. ഇവിടെ ജനിച്ച് വളർന്ന ഒരാളാണ്. തീരദേശ പ്രദേശങ്ങളായാലും ഇവിടുത്തെ പട്ടണ പ്രദേശം, നഗരപ്രദേശമായാലും ആവശ്യം വരുന്നില്ല. എല്ലാ സ്ഥലങ്ങളും എനിക്ക് അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്ക് വേണ്ടി വരുന്നില്ല. ഈ ആന്റണി രാജുവിന്റെയും കൂടി ഒരു സന്ധിപ്പ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടി പ്രചാരണത്തിനൊപ്പം ചേർന്നല്ലോ. അപ്പം അതുകൊണ്ട് അത് ആവേശം കുറച്ചൊന്ന് ഇരട്ടിയാക്കിയിട്ടുണ്ടോ? യാതൊരു സംശയമില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ആന്റണി രാജു സാറ്. ആന്റണി രാജു സാർ ചെയ്ത പല കാര്യങ്ങളും തുടർന്ന് കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ഓൺ ദ വേ ഓഫ് കംപ്ലീഷനാണ്. അദ്ദേഹം നല്ല വിധത്തിൽ പ്രത്യേകിച്ച് തീരദേശ പ്രദേശത്തുള്ള ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പൊ തീർക്കുന്നത് എൻ്റെ ഒരു ചുമതലയായിട്ട് അദ്ദേഹം തന്നെ അതിന്റെ നേതൃത്വം നൽകി അതിനെ ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നു. അതുകൂടാതെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയും സാധ്യതയുള്ളൊരു പ്രദേശമാണ്. ഇതിപ്പോ തിരുവനന്തപുരം സെൻട്രൽ ഇനിയിപ്പം അങ്ങ് പുതിയൊരു MLA ആയി വരികയാണെങ്കിൽ തന്നെ എന്തൊക്കെയാണ് സ്വപ്ന പദ്ധതികൾ പ്രധാനപ്പെട്ടത്? അല്ല, അതിപ്പോ പറയുന്നത് ഈ ഒരു തിരക്കിനിടയിൽ നമ്മൾ ബാക്കിയുള്ളവരെ പോലെ പ്രകടന പത്രികയിൽ പറയുന്നതിനപ്പുറം ചുമ്മാതെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. LDFന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ തന്നെ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ 99% പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ്. അല്ലാതെ വെറുതെ പറയുകയല്ല ചെയ്യുന്നത്. ഇന്നലെ ഞാൻ തീരദേശ പ്രദേശത്ത് ചെന്നപ്പോൾ തന്നെ പല പ്രഖ്യാപനങ്ങളാണ് അവിടെ എനിക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞത്. വളരെ രസം തോന്നുന്നു, തമാശ തോന്നുന്നു. ഇപ്പോൾ ശ്രീ സുധീർ കരമന, തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ ജയിക്കുമെന്നും അദ്ദേഹത്തെ മന്ത്രിയാക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഞങ്ങളോട് തന്നെ, ന്യൂസ് മലയാളത്തോട് തന്നെ പറഞ്ഞത്. അതിന് അങ്ങേക്ക് മറുപടി ഉണ്ടോ? മറുപടി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് വേറെ ഒന്നേ ഉള്ളൂ. ഒരു തോൽവി ഭീഷണി വരുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവർക്ക് അങ്ങനെ പറയണമെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരാളല്ല, ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പൊ തന്നെ ഒരു മന്ത്രിയാകും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും ഇല്ല. ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. റിസൾട്ട് എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ച് പോലും ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു ഇതിലാണ്. നമ്മൾ നല്ല ആത്മവിശ്വാസത്തിൽ നമ്മൾ ജയിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുള്ളതാണ്. നമ്മൾ പറയുന്നില്ലല്ലോ ഒന്നും. നമ്മൾ പറയുന്നത് ഇപ്പോഴും എന്തൊക്കെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അത് പറയണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം. പാർട്ടിയുടെ ഇപ്പോൾ ഒരാൾ മാത്രമല്ല ഒരു പാർട്ടി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടു സർക്കാരായിട്ട് വരുന്ന എല്ലാവരും ഉണ്ട്. അതിനകത്ത് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ നമ്മൾ LDF പറയാറുള്ളൂ. അല്ലാതെ LDF ചുമ്മാതെ അനാവശ്യ പ്രഖ്യാപനങ്ങൾ പറഞ്ഞാൽ അത് നടപ്പിലാക്കിയിരിക്കും എന്നൊരു പ്രത്യേകതയാണ് LDFനുള്ളത്.
നമ്മളിപ്പം ശ്രീ സുധീർ കരമന നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോഴത്തേനും സുധീർ കരമന, കരമന ജയൻ, അതേപോലെ CP ജോൺ. അപ്പം രണ്ടിടത്ത് ദേശക്കാരുടെ ഒരു പോര് എന്ന കൂടെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ഇല്ല, അങ്ങനെയില്ല. എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല അതില്. കരമനയില് ആയിരുന്നല്ലോ ഞാനും ജനിച്ചു വളർന്ന സ്ഥലം. അത് കാരണം എനിക്ക് അതൊന്നും അങ്ങനെയൊന്നും തോന്നുന്നില്ല. കരമനയിൽ ചില സ്ഥലങ്ങളിൽ ഇനി എത്തേണ്ടതായിട്ടുണ്ട്, എത്തിയിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എത്തിയിരിക്കും. ഓക്കെ, ശ്രീ സുധീർ കരമന, ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നിപ്പം പ്രചാരണത്തിൽ ഒരു ചെറിയ ഇടവേളയൊക്കെ എടുത്തിട്ട് അങ്ങ് ഷൂട്ടിംഗ് സെറ്റിലേക്കൊക്കെ പോവുകയാണെന്ന്. അപ്പോൾ എങ്ങനെയാകും ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ? എല്ലാം ഞാൻ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണല്ലോ. അതേപോലെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാൻ വേറെ ആർക്കാ കഴിയുക, അറിയാലോ. അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, അല്ലാതെ ഞാൻ ജനങ്ങളിടയിൽ നിന്ന് പോകുന്നതല്ല ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം സിനിമാ പ്രവർത്തനം അങ്ങ് പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്, ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തനം. അപ്പം ഈ രണ്ടും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകുന്നത്? അല്ല, രണ്ടും സാമൂഹിക പ്രവർത്തനം തന്നെയല്ലേ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതും സിനിമ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും സാമൂഹിക പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് കുറച്ചുകൂടെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ. സന്തോഷത്തോടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്നലെ അല്ലല്ലോ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചിലർ പറഞ്ഞ പോലെ അങ്ങനെയല്ല. ഞാൻ ഏതാണ്ട് 1987-88 മുതൽ തിരുവനന്തപുരത്തുള്ള കലാ സാംസ്കാരികമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്, വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകതയായി തോന്നുന്നില്ല, ഞാൻ ഇതിലും പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ശ്രീ സുധീർ കരമന, ഇനിയിപ്പം ഈ തിരുവനന്തപുരത്തെ മത്സരം നമ്മൾ ഈ പറയുന്ന പോലെ കടുത്ത മത്സരമാണ്, എല്ലായിടങ്ങളിലും നടക്കുന്നത് വളരെ കടുത്ത മത്സരമാണ്. നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള സർക്കാർ മൂന്നാം ഭരണം തേടി വരുന്ന ഒരു തിരഞ്ഞെടുപ്പും, അതേപോലെ തന്നെ പ്രതിപക്ഷത്ത് 10 വർഷമായി ഇരിക്കുന്ന ഒരു മുന്നണി അവർ അധികാരം തേടി ഇറങ്ങുന്ന ഒരു പോരാട്ടമാണ്. അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അങ്ങേക്ക് എത്രത്തോളമാണ് സന്തോഷം? വളരെയധികം സന്തോഷമാണ്. കാരണം 10 വർഷം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുമുള്ള വർഗീയ ലഹള ഇല്ലാതെ പോയ 10 വർഷം എന്നുള്ളത് കേരള ജനത മറന്നു പോകരുത്. ഒരു വിധത്തിലും ഏറ്റവും മനുഷ്യന് ആവശ്യമായ കാര്യം വെച്ചാൽ സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട അന്തരീക്ഷം ഒരുക്കി കൊടുക്കുവാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയം എല്ലാവർക്കും അറിയാവുന്നൊരു നഗ്ന സത്യമാണ്. അത് മറ്റുള്ള പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വികസനത്തെക്കുറിച്ച് പറയുമ്പോഴായാലും സ്വസ്ഥമായി ജീവിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയാതെ ഇപ്പം എന്തൊക്കെയോ വേറെ ഡീലെന്നോ മറ്റുള്ള വാക്കുകൾ തേടിപ്പോകുന്നത്, അതുകൂടാതെ മറ്റുള്ളവരെ മന്ത്രിയാക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം ഒരു ഇലക്ഷനിൽ നിന്നും ഒളിച്ചോടി വേറെന്തിലേക്ക് എത്തിക്കാനുള്ള ശ്രീ സുധീർ കരമന, ഡീല് പറഞ്ഞു ചോദിക്കാൻ, ഇപ്പം തിരുവനന്തപുരത്തടക്കം പലയിടങ്ങളിലും ഡീൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ ഭരണപക്ഷവും പ്രതിപക്ഷവുമാണെങ്കിൽ ഇപ്പൊ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളിലൊന്നും ഡീൽ രാഷ്ട്രീയം തന്നെയാണ്. പക്ഷെ അങ്ങ് നേരിട്ട് ആളുകളുടെ അടുത്തേക്ക് എത്തുകയും എല്ലാ ദിവസവും ആളുകളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ്. അപ്പം ഈ ഡീൽ രാഷ്ട്രീയം ശരിക്കും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊരു ചർച്ചയായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, ഇലക്ഷന് ജയിക്കാൻ നോക്കുന്നു. അപ്പോഴാണ് അനാവശ്യമായ വാക്കുകൾ കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഒരു തോൽവിയുടെ ഒരു മണം അടിക്കുമ്പോൾ പറയുന്നതാണ് ഇതെല്ലാം. കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. ഇതെല്ലാം പറയാൻ പറ്റുന്ന എന്ന് വരെയാ? ഈ ഏപ്രിൽ 9 വരെ തന്നെയല്ലോ. പറയട്ടെ, നമ്മളത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനാൽ തന്നെ പ്രത്യേകം ഇപ്പോഴും എടുത്തു പറയുന്നു, എൻ്റെ എതിർ സ്ഥാനാർത്ഥികളെയോ എതിർ പാർട്ടിയെയോ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഞാൻ എന്താണ് എന്ന് എന്നെ അറിയില്ലാത്തവരുടെ ഇടയിൽ ചെന്ന് ഞാൻ എന്താണ് എന്നുള്ളത് പരിചയപ്പെടുത്തുക, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക. എന്നുവെച്ചാൽ നമ്മളെ പ്രഖ്യാപനങ്ങളല്ല, പറയുക. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ ഇടയിൽ നിന്നും വന്ന് അവരുടെ ഇടയിലേക്ക് മാത്രം പ്രവർത്തിക്കാൻ, അവരിലേക്ക് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അത്തരത്തിലുള്ളൊരു പ്രവർത്തനം എൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകും. യെസ്, വ്യക്തമാണ്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഇപ്പം അങ്ങേ ഫ്രീ ആക്കാം. ഇപ്പം തീയിൽ കുരുത്ത ആളുകളൊന്നും വെയിലത്ത് പാടില്ല എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ചൂട് അതൊരു സവിശേഷ സാഹചര്യമാണ്. അപ്പം ഈ വെയിൽ കുറച്ച് പണിയാകുന്നുണ്ടോ പ്രചാരണ സമയത്ത്?
വെയിൽ തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, സിനിമാ വ്യവസായത്തിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന, സിനിമ എന്ന് പറയുന്നത് തണലത്തിരുന്നും എ സി റൂമിനകത്തും മാത്രം ഇരുന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ല എന്നുള്ളത് ഒരുതപ്പെട്ടവർക്ക് അറിയാം. നല്ല വെയിലത്തും നല്ല ലൈറ്റിൻ്റെയും ഒക്കെ കൂടെ നിന്ന് ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇറ്റ്സ് നോട്ട് എ കംഫർട്ടബിൾ സോണിൽ ഇരുന്ന് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. അതുകൊണ്ട് എനിക്കതൊരു പുത്തരിയല്ല. മറിച്ച് ഈ മീനമാസത്തെ സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനാൽ വേഷം, ഡ്രസ്സ് എപ്പോഴും മാറേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമാണ് ആ വെയിൽ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം ഒരുപാട് നന്ദി ശ്രീ സുധീർ കനവാൽ. കംഫർട്ടബിൾ. ഓക്കെ, നമുക്കിപ്പം ജോയിൻ ചെയ്തതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.